ആകാശദീപമിന്നു ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമിന്നു ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മൗനരാഗമണിയും താരിളം തെന്നലേ, പൊൻപരാഗമിളകും വാരിളം പൂക്കളേ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. സ്നേഹമോലുന്ന കുരുവീണകളെന്നിംഗിതം തേടിയല്ലോ, നിൻമണിച്ചുണ്ടിലമൃതമധുരലയമോർമ്മയായി തോർന്നുവല്ലോ. കടമിഴിയിൽ മണമലിയുമഴകു ചാർത്തി, പാൽക്കനവിൽ തേൻകിനിയുമിലകളേകി. വാരിപ്പുണർന്ന മതകരലതയെവിടെ, മണ്ണിൽ ചുരന്ന മധുകരമതമെവിടെ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ഇന്നലെ പെയ്ത മൊഴിയും ഇലയും ഒരു പൂമുളം കാടുപോലും, ദേവരാഗങ്ങൾ മെനയും അമരമനമിന്ദ്രചാപങ്ങളാക്കി. പൈമ്പുഴയിൽ ഋതുചലനഗതികളരുളി, അണിവിരലാൽ ജലചാരുരേഖയെഴുതി. നമ്മോടു നമ്മളലിയുമൊരുന്മകളാൽ, ഇന്ത്യവരങ്ങൾ ഇതളിടുമൊരു നിമിയിൽ. നാം ഉണരുമ്പോൾ ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മൗനരാഗമണിയും താരിളം തെന്നലേ, പൊൻപരാഗമിളകും വാരിളം പൂക്കളേ. നാം ഉണരുമ്പോൾ ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. നൈസ് നൈസ് നൈസ്, വെരി ഗുഡ്. ഞാൻ വിശ്വാസ് ആൻഡ് ഗൗതമി, നല്ലൊരു പാട്ട്, നല്ല സെലക്ഷൻ. നിങ്ങൾ പാടി, രണ്ടുപേരും കൂടെ തോപ്പം തോപ്പം പാടിയിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള രണ്ടുപേർക്കുള്ള ഒരു
പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നാം ഉണരുമ്പോൾ രാവലിയുമ്പോൾ അത് നല്ല മനോഹരമായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു. മാറി മാറി വരികയാണ്, ഓരോ വരിയും മാറി മാറി വരുന്നുണ്ട്. അത് പാടി. പക്ഷെ ശ്രുതി, അതായത് സ്നേഹമൂലുന്ന അവിടെ തുടങ്ങുന്നു, പിന്നെ കടമിഴിയിൽ മൗനമലിയും, ഏറ്റവും പ്രശ്നം പൈമ്പുഴയിൽ ഋതു ചലനഗതികൾ അരുളി. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ ചില സംഗതികളുണ്ടല്ലോ, അത് പെർഫെക്ഷൻ വേണം. ആകാശദീപം പഠിക്ക്. ആകാശദീപമെന്നും ഉണരുമിടമായോ. കറക്റ്റ്. ആ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. അവിടെ മിടമായോ അത് കേക്കണം. ആകാശദീപമെന്നും ഉണരുമിടമായോ. മായോ മായോ. ആ, അത് വളരെ ലൈറ്റ് ആയിട്ട് വരും. താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മിടമായോ എന്ന് വന്നതല്ല, മിടമായും മിടമായോ. അതാണ് ഇന്നത്തെ സംഭവം. ഇത്രയേ ഉള്ളൂ. ഈ ചെറിയ ചെറിയ സംഗതികളും അതുപോലെ തന്നെ ശ്രുതിയും രണ്ടുപേർക്ക് നല്ല രീതിയിൽ പല സ്ഥലത്തും പോയിട്ടുണ്ട്. പിന്നെ കുറെ നല്ല പോർഷൻസും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ നാം ഉണരുമ്പോൾ അതൊക്കെ നല്ല പോർഷൻസ് ഉണ്ട്. അവർ രണ്ടുപേരും തോപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പരസ്പര സ്നേഹത്തോടു കൂടി പാടി അവസാനിപ്പിച്ചു. നന്നായി. താങ്ക് യു സർ. കുട്ടാ, ഗൗതമിക്കുട്ടി, ശരിയാ, അവിടെ തന്നെ അതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാണ്. നല്ല രസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ഒരാൾ പാടിക്കഴിഞ്ഞ് ആ പോർഷൻസ് ഡിവൈഡ് ചെയ്തൊക്കെ തെറ്റിക്കാതെ അതൊക്കെ കറക്റ്റ് ആയിട്ട് എടുത്തു. നമ്മുടെ കൊറിയോഗ്രഫിയോ, ബ്യൂട്ടിഫുൾ കൊറിയോഗ്രഫി, പ്രോപ്പർട്ടീസ് ഒക്കെ ഇപ്പൊ കലക്കുക. നമ്മുടെ ശരത്തേട്ടന്റെ ഇതിലെ എല്ലാ പാട്ടും ഹിറ്റാണ്. അതിൽ ആകാശദീപം എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ഇത് ഈസി അല്ല, കാരണം നമ്മൾ സ്ഥിരം പാടുന്ന പാട്ടുകളാണെ പോലും പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പോലും സ്നേഹമോലുന്ന കുരുവി ഇണകളെ നിങ്കിതം തേടിയല്ലോ, അത് എന്റെ ലിറിക്സ് കിട്ടാൻ പോലും, കാരണം ഈ ട്യൂണിന്റെ ഒപ്പം അല്ലേ വയൽ പടപടപടയെന്ന് വരാൻ ഇന്ത്യ വരങ്ങൾ ഇതളിടുമൊരു നിമീൽ അങ്ങനെ പറഞ്ഞ് കിടാന്നാണ് അതിന്റെ ലിറിക്സ് പോകുന്നത്. സംഗതികളും ലിറിക്സും എല്ലാം കൂടെ പക്ഷെ ഭയങ്കര ശ്രദ്ധിച്ച് പാടണം. അത് വെച്ച് നിങ്ങൾ വരികൾ തെറ്റാതെ. പിന്നെ മോളാണേലും മോൻ നല്ല നല്ല ഫീൽ കൊടുക്കുമ്പോൾ മോളുടെ കുറച്ച് ഗെയിൻ കൂടുതലുള്ള ഒരു വേറൊരു ടോണാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ബാലൻസ് ചെയ്ത് അത്യാവശ്യം ഭംഗിയായിട്ട് ഇനിയും കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഇനിയും രസമാക്കാം. ഒരു പുതിയ പാട്ട് ഇത്രയും ലിറിക്സ് ഉള്ള ഈ ട്യൂണൊക്കെ ഇത്ര സംഗതികളുള്ള ഒരു പാട്ട് ഈ കുഞ്ഞു പ്രായത്തിൽ ഇത്ര ഗംഭീരമാക്കി. അതിന് എന്തായാലും ഹാറ്റ്സ് ഓഫ്. സൂപ്പർ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഈ പാട്ട് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്റെ ആദ്യത്തെ പാട്ടാണ്. സെയിം രാഗാണ്, വൃന്ദാവനി സരംഗ്, ദീനദയാലു രാമ. അന്ന് രവീന്ദ്രൻ മാഷിനൊപ്പം ഇരുന്ന് പാടുമ്പം രവീന്ദ്രൻ മാഷ്ക്ക് പൊതുവേ നോർത്ത് ഇന്ത്യൻ രാഗാസ് ഇഷ്ടമുള്ളതാണ്. ജോഗിൽ എത്രയോ പാട്ടുകൾ, വാൻമേഘമേ ചിത്ര ചേച്ചിയുടെ, പ്രമദവനം, അതുപോലെ വൃന്ദാവന സരംഗി, ഇങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള പാട്ടുകളാണ് ഇതൊക്കെ. ഈ പറഞ്ഞ മാതിരി ശ്രുതി ആണല്ലോ മെയിൻ. അപ്പൊ പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുമ്പം എന്നുള്ളൊരു ഫീലിംഗ് വന്നു. അതായത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എന്നാണ് സുരേഷ് വാഡ്കർ സാർ ഇതുമാതിരി ഒരു കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യുമ്പോൾ പറഞ്ഞു, നല്ല നമുക്കത് കേൾക്കുമ്പോൾ ശ്രുതി പോണേനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. നല്ലൊരു ബട്ടർ, അതായത് ഒരു സ്ലാബ് ഓഫ് ബട്ടർ, ഇങ്ങനെ അലിഞ്ഞു വരുന്ന ഒരു ബട്ടർ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. നമ്മളത് ബ്രെഡിൽ തേക്കാൻ വേണ്ടി എടുക്കുന്നു. പെട്ടെന്ന് ആ ബട്ടറിൽ ഒരു മുടി കാണുന്നു. അപ്പൊ നമ്മുടെ ഫീലിംഗ് എന്താവും, ഇതാവില്ലേ? അപ്പൊ അങ്ങനെ അത് ചെറിയ ശ്രുതി പ്രശ്നങ്ങളൊക്കെ നാച്ചുറലാണ്. പക്ഷെ ഇത് വല്ലാണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരും, മനസ്സിലായോ? കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലഡിയാണ്. അപ്പം പാടുമ്പോൾ നമ്മൾ കോഡ്സ് ശരിക്കും ശ്രദ്ധിച്ചിട്ട് മാക്സിമം അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പാടാൻ നോക്കാം. പക്ഷെ മക്കള് വളരെ ടാലൻ്റ് ആയിട്ടുള്ള 2 സിംഗേഴ്സാണ്. അപ്പോൾ ഇനി ഇതിന്ന് മുകളിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടുതൽ പെർഫെക്ഷൻ വരാൻ ശ്രമിക്കുക. വെരി ഗുഡ്. Giving you 98 to both of you. മൊഴിയും ഇലയും ഒരു ആടി ഒരു ശരത് പൂക്കുറ്റി. താങ്ക് യു സർ.